റെഡി. ചിറകിൽ മഴ ശുക്രിയ ശുക്രിയ. ഒരു പദ്യം കൂടെ പാടായിരുന്നു. അമ്പാനില് തുടങ്ങാം. എനിക്ക് എക്സൈറ്റഡ് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു പിള്ളേര് വീട്ടിലൊരു അധ്വാനിക്കുന്നത് എന്തിനാടാ സ്ത്രീധനം? ഞാൻ അധ്വാനിക്കുന്നതിനാടാ. മറ്റേ പാട്ടൊക്കെ പാടണമെങ്കിൽ ചിത്ര ചേച്ചിയൊക്കെ പാടിയ പാട്ടാണ് പാട. കണ്ണ് കെട്ടി കെട്ടി ഇവന്മാര് പാടാനും തീരുമാനിച്ചു. പാടാതിരുന്നാലേ പറ്റൂ. സംഘകാലത്തിന് ലിപ്പടക്കി രക്ഷപ്പെടുന്ന ടീമില്ലേ. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഫീൽ ചെയ്യാറ്. അത് പോവാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കാറുണ്ട്, എല്ലാ രീതിയിലും. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് അതിനെ കാണുന്നത്. നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയോട്. അപ്പോൾ അത് 100% നീതി പുലർത്തുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ജോലിയിൽ ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇല്ലാതെ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. ഹായ് ഹലോ പൊന്മാൻ അല്ല പൊന്മാൻ. ഹായ് ഹലോ ഞാൻ ഒരു വിളിച്ചതാണ്. ഇപ്പോഴും സീന ഇവിടെ ഞാൻ ഇങ്ങനെ ഞാൻ എല്ലാ ഇന്റർവ്യൂലും അതെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പെരിയ പൊക്കി അപ്പോഴായിരിക്കും പെട്ടെന്ന് ഹായ് ഹലോ അങ്ങനെ. കാണില്ല എന്നെ മാത്രമേ കാണാറുള്ളൂ. ജയ ജയ ഹേ സൂക്ഷ്മദർശിനി ഈ സിനിമ കാണുന്ന സമയത്ത് ബേസിൽ ചേട്ടന്റെ ക്യാരക്ടറിനോട് തോന്നുന്ന പ്രേക്ഷകർക്കുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. അതൊരു മിക്സഡ് ഫീലിങ്സ് ആണ്. പേടിയാണോ, അത് ദേഷ്യമാണോ, അത് വെറുപ്പാണോ, ഒരു അടിയൊക്കെ കൊടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. സത്യത്തിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അച്ചീവ്മെന്റ് തന്നെയാണ്. ഇതിന്റെ ടീസർ കണ്ട സമയത്ത് ഇതിന്റെ ഒരു പ്രോ വേർഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ? പൊന്മാൻ അതുപോലത്തെ ക്യാരക്ടർ അല്ല ആക്ച്വലി. പൊന്മാൻ കുറച്ചുകൂടെ മറ്റേതൊക്കെ ഒരു ആന്റഗണിസ്റ്റ് ആണല്ലോ അതിലൊക്കെ. അപ്പോ അവസാനം അയാൾക്ക് ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള കിട്ടും. അത് നിയമത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പുള്ളിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. ഇത് കുറച്ചുകൂടെ പുള്ളിയുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ നായകൻ എന്ന് വിളിക്കാം. ഇയാളുടെ ജേണി ഇതുപോലെ പല വേരിയേഷൻസിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഇയാൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള സീനുകളിലൊക്കെ ചിലപ്പോൾ ഇയാൾക്ക് 2 പൊട്ടിക്കാനൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ നമ്മൾ ആ പോകുന്ന പോക്കിൽ സിനിമ തീരുമ്പോൾ ഇയാളുടെ അച്ചീവ്മെൻറ്റ് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലേക്ക് സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകൻ, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലോ ഒരു ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു അണ്ടർഡോഗിൻ്റെ വിജയം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ എന്താ പറയുക, ആ സിനിമ നമുക്കൊരു ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും ആ ക്യാരക്ടറിന് തോന്നുന്നു. അപ്പോൾ അയാളുടെ ജേണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമയിൽ. അതാണ് എന്നെ ഈ സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യം. സഞ്ജേട്ടൻ്റെ ഓരോ സിനിമകൾ വരുമ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതുപോലെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക. അതിപ്പം പെർഫോമൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ഫിസിക്കലിയുള്ള ചേഞ്ചസ്. അപ്പോൾ നേരത്തെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വരുമ്പോൾ സഞ്ജേട്ടൻ ആയിരുന്നു, ഞങ്ങൾ ഞെട്ടി പോയിരുന്നു. അയ്യോ ഭയങ്കര ഒരു ചേഞ്ച് ഓരോ തവണ ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത്. എങ്ങനെ ഇത്രയും ഒരു കഥാപാത്രത്തിന് ഈ രീതിയിൽ എടുക്കാൻ പറ്റണേ? ക്യാരക്ടർ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പൊ ആവശ്യത്തിൽ അത്രയും ഒരു ഫിസിക്ക് വേണം എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ അത് ജിമ്മിലൊക്കെ പോയിട്ട്. പക്ഷെ ഒരു ബോഡി ബിൽഡറിന്റെ ഒരു സ്വഭാവം വരരുത്. കാരണം ജിമ്മിൽ പോയി കഴിയുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയറിന് ഞാൻ വർക്കൗട്ട് ചെയ്തില്ല, വയറ് കുറച്ച് ചാടിച്ച് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് നിൽക്കുന്ന മൊമെന്റിലാണ് ജ്യോതിഷേട്ടൻ എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പോൾ ആ കഥ പറഞ്ഞപ്പോൾ അതിനും ജ്യോതിഷേട്ടൻ പറയുന്നതിന് മുന്നേ എനിക്ക് കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇതെന്തായാലും ഇയാൾ ഇച്ചിരി ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിരിക്കും, ഇച്ചിരി ബൾക്കി ആയിരിക്കണം, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും 1 മാസം കൊണ്ട് പഴയ സ്റ്റേജിൽ നിന്ന് വീണ്ടും ഞാൻ കുറച്ചും കൂടി ബൾക്കി ആയിട്ട് ജിമ്മിലൊന്നും പോവാതെ വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് ഒരു 75 kg 96 നിന്ന് 75 kg വന്ന് അപ്പോഴാണ് പൈങ്കിളി ചെയ്തത്. പൈങ്കിളിയിൽ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഫിസിക്ക് വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു വേറൊരു കുറച്ച് ഇച്ചിരി പണിയാണ്. അപ്പോൾ ഒരു ഏജും എല്ലാം വെച്ചിട്ട് ആ ക്യാരക്ടർ വെച്ചിട്ട് 75 ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒരു 83 നിൽക്കുന്നു. അതുപോലെ അപ്പിയറൻസിലും എല്ലാത്തിലും ഇത്രയൊരു സ്ട്രോങ് കഥാപാത്രമായിട്ട് വരുമ്പോഴേ സത്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. മലയാളത്തിൽ എവിടെയൊക്കെ പോയി ചെയ്താലും മലയാളത്തിൽ അതിൻ്റെതായിട്ട് നമ്മുടെ ഒരു ക്യാരക്ടർ ആളുകൾ ഓർക്കുന്ന ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താ ഈ ഒരു സിനിമയിൽ? ഇതിൻ്റെ കഥയാണ്. ഈ കഥയ്ക്ക് ഭയങ്കര ഒരു ലൈഫുള്ള കഥയായത്. നമ്മൾ ഇതിൽ പേര് പോലെ തന്നെ പൊന്നിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പൊന്ന് കാരണം പല ജീവിതങ്ങൾക്ക്, പല ആളുകൾക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അതെന്താന്നുള്ളത്, ഒരു പൊന്ന് കാരണം ഉണ്ടാകുന്ന ഒരു കോലാഹലം, അതാണ് സിനിമ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ എൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, രാജേഷിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, മരിയാനോ, സജിൻ ചെയ്ത മരിയാനോ ആയിക്കോട്ടെ, പല ലെയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. അതേപോലെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പടം ഉള്ള രീതിക്കുമല്ല.
അപ്പം ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. ഇത് സ്ത്രീധനം എന്ന് മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സ്ത്രീധനത്തിനെ കുറിച്ച്, അത് തമാശ രൂപേണ ആയാലും സീരിയസ് ആയിട്ട് തന്നെ. ഈ സിനിമയിൽ സ്ത്രീധനം എങ്ങനെയാണ്? സ്ത്രീധനം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അതിന്റെ വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ആയിരിക്കുമല്ലോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറെ കൂടെയൊക്കെ. അപ്പോൾ അതെപ്പോഴും ഒരു സ്ത്രീ കഥാപാത്രമായിരിക്കും. അവരുടെ കുറച്ചുകൂടെ ഇമോഷണൽ ആവുന്ന അങ്ങനത്തെ കുറച്ച് മെലോ ഡ്രാമ ആവാനുള്ള സാധ്യതയാവാണ്ട് കുറച്ച് കണ്ണുനീർ ആ ഒരു അങ്ങനത്തെ ഒരു ക്ലീഷയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ആണിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെ, പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പുള്ളിയുടെ ഒരു ട്രാവലിലാണ് ആ വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ അതിനപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പുതുമയുണ്ട് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് അത്ര മെലോ ഡ്രാമാറ്റിക് ആയിട്ടില്ല. കുറേ കൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഫൈറ്റും ഒരു പോരാട്ടവും കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ട് വേറൊരു രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഒരു നമുക്കൊക്കെ തോന്നിയൊരു കഥ പറയാനുള്ള ഒരു പുതുമ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരു ഹുക്കിലേക്ക് കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ചരടിലേക്ക് എല്ലാവരെയും കോർത്തിണക്കുക എന്ന് പറയുന്ന, അതിൽ ഒരു സീനിൽ വന്നു പോകുന്ന ഒരാൾ പോലും ഈ പൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ സിനിമയിലേക്ക് വന്നു തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രസം ഈ സിനിമയിലുണ്ട്. ആ ഒരു അപ്രോച്ച്, ആ ഒരു മൊത്തത്തിലൊരു പുതിയൊരു അപ്രോച്ച്, അത് 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിൽ തന്നെ അങ്ങനെ ഒരു അപ്രോച്ചാണ്. അതാണ് ഈ സിനിമയുടെ ആ ബുക്ക് വായിക്കുന്ന, ആ ബുക്ക് അത്രയും പോപ്പുലർ ആവാനുള്ള കാരണം അത് തന്നെയാണ്. ആൾക്കാർ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കൾച്ചറും സിസ്റ്റവും കസ്റ്റവും ഒന്നും നമ്മൾ അങ്ങനത്തെ കാണാത്ത ഒരു മേഖലകളും സെറ്റിങ്ങും അങ്ങനത്തെ ഒരു തീരദേശ മേഖലയും അവിടുത്തെ പലതരത്തിലുള്ള ഭയങ്കര ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സും അവരുടെ ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ പൊങ്ങി വരുന്നതും അത് ഇയാളുടെ ജീവിതം എങ്ങനെ മാറുന്നു, അതിനനുസരിച്ച് അവരുടെ ജീവിതങ്ങൾ എങ്ങനെ മാറുന്നു എന്നനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കഥ പോകുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ ആയിട്ട് തന്നെയാണ് അതിനെ പാക്കേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വളരെ ക്ലീശ അല്ലാത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പറയുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ നമ്മളെ ആകർഷിച്ച കാര്യം. ഇപ്പൊ സെലിബ്രിറ്റീസ് ആവും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്, അതിന് അഭിപ്രായം പറയാറുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ടെൻഷനോട് കൂടി അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഇത്രയും ആക്റ്റീവ് ആയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതൊരു വാർത്തയാവുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന സ്ത്രീധനം എന്നൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പം ശരി തെറ്റെന്ന രീതിയിൽ പലരും അഭിപ്രായം പറയാറുണ്ടല്ലോ. ഇപ്പം ഇവരുടെ ഒരു മാരീഡ് ആണ്, സെഞ്ചിട്ട് മാരീഡ് അല്ലല്ലോ, കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കല്ലോ കഴിക്കുക. ഞാൻ അധ്വാനിക്കുന്നവനാണ്. പടത്തിലെ ഡയലോഗാണ് ഈ ടീച്ചറിൽ തന്നെ നല്ല പഞ്ച് ഡയലോഗ്, അതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഈ സിനിമ റിലീസായിട്ട് ഇപ്പൊ ഒരു ക്യാരക്ടർ ആളുകൾ ഏറ്റെടുക്കുന്ന പോലെ തന്നെ അതിലെ ഡയലോഗുകളും ആളുകൾ ഇപ്പം ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഈ സിനിമ റിലീസായതിനു ശേഷം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാൻ പോകുന്ന ഡയലോഗുകളുണ്ടോ നിങ്ങളുടേത്? ഉണ്ട്. അത് ഇപ്പോ നമ്മളത് പുറത്തു വിട്ടിട്ടില്ല, പക്ഷെ കുറെ ഡയലോഗ്സ് ഉണ്ട്. അത് ആ ബുക്കിലും കുറെ ഉണ്ടായിരുന്നു. കിടിലൻ ഡയലോഗ്സ് ആണ്. അത് കോട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന പോലത്തെ ഡയലോഗ്സ് ഒരുപാടുണ്ട് ആ ബുക്കിൽ. അതിൽ നിന്ന് മാക്സിമം നമ്മൾ അത് തന്നെ പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. സ്ക്രിപ്റ്റിലൊക്കെ അത് കളയാതെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ചിലതൊക്കെ മാറിയിട്ടുണ്ട്, പകരം പുതിയത് വന്നിട്ടുണ്ട്. ഒരു വെർബൽ സിനിമയാണ്, മോസ്റ്റ്ലി ഡയലോഗ്സിൽ ഓറിയന്റഡ് ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു ത്രില്ലർ എഡ്ജ് ഓഫ് ദ സീറ്റിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വെർബലായിട്ട് പറയുന്നതെല്ലാം കറക്റ്റ് ആച്ചി കുറുക്കിയ ഡയലോഗുകളാണ്. അതായത് ഇപ്പൊ അജേഷ് പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ കേട്ട് നമ്മൾ ചിന്തിച്ചു പോകും അതിനെ കുറിച്ച്. ഇതെങ്ങനെയാവും അത്രയും ഡീറ്റെയിലിംഗ് കൊള്ളുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ആണ് കുറെ. അത് കുറച്ച് 1-2 ഒക്കെ ടീസറിലുണ്ട്. നമ്മളത് ചിന്തിക്കും ഈ ഡയലോഗ് കേട്ടിട്ട്. അത് ഭയങ്കര പ്രീച്ചി ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ല. ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇത് പറയുന്നതിന് വേറൊരു പെട്ടെന്ന് ആൾക്കാരിലേക്ക് കണക്ട് ആവുകയും ചെയ്യും. ആൾക്കാർ അതിൽ എന്റർടൈൻഡ് ആവുന്ന മൊമെന്റ്സിലൊക്കെയാണ് പ്രഷർ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാം. എന്ന ഡയലോഗ്സ് കൊള്ളേണ്ട പോലെ കൊള്ളുകയും ചെയ്യും. അല്ലാതെ നിന്ന് പ്രസംഗിച്ച് എല്ലാവരെയും എന്താ പറയുക പുളകം കൊള്ളിക്കുന്ന പോലെ ഡയലോഗ് പറയുന്ന ഒരു സിനിമയല്ല. ജാനേമന് ശേഷം നിങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയാണല്ലോ ഇത്. 2021 സിനിമ റിലീസ് ആവുന്നത്. ജാനേമൻ, പൊന്മാൻ, ഇതിനിടയിൽ ഒരു സമയമുണ്ടല്ലോ. ഈ വർഷത്തിനിടയിൽ നിങ്ങളുടെ കരിയറിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ക്യാരക്ടർ റോളിൽ നിന്നൊരു നായക വേഷം വരെ ചെയ്യാമെന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള പെർഫോമൻസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അവരിൽ വരുന്ന അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതി, അവരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കുകയാണെങ്കിൽ ബേസി ചേട്ടൻ്റെ ഒരു കരിയർ അതിനുശേഷം നോക്കുകയാണെങ്കിലും തിരിച്ചു നോക്കുകയാണെങ്കിലും അവർ സ്വയം നടത്തുന്ന ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബേസിൽ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, വന്ന പരിപാടികൾ ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നു, പിന്നെ ഈ പറഞ്ഞ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, നമുക്കും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര
നമ്മൾ നല്ല രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. ബേസിൽ ഇപ്പൊ ചേട്ടൻ സജിൻ അതിന് മുമ്പും ഞാനും പറഞ്ഞായിരുന്നു, ഈ പറയുന്ന സജിൻ ഇപ്പോൾ ഭയങ്കര ടൈപ്പ് കാസ്റ്റഡ് ആയി പോവാൻ സാധ്യതയുള്ള ഒരു രൂപവും ഒക്കെയാണ്. പെട്ടെന്ന് വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഏരിയയിലേക്ക് മാത്രം ആൾക്കാർ കാസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു രൂപമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് സജിൻ ജാനേമനിൽ വന്നിട്ട് സജിയേട്ടൻ്റെ റോള്, അങ്ങനത്തെ ഒരു റോള് വന്ന് ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം വന്നിട്ട് രോമാഞ്ചത്തിലും ഹ്യൂമർ ടച്ചുള്ള റോള് ചെയ്യുന്നു. അതിനുശേഷം അമ്പാൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്ട്രീം ചെയ്യുന്നു. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് പൊന്മാനിലേക്ക് വരുമ്പോൾ മരിയാനോ എന്ന് പറയുന്ന ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹ്യൂമറിൻ്റെ അംശം പോലും ഇല്ലാത്തൊരു ക്യാരക്ടറിനെ വേറെ രീതിയിൽ പുൾ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ആ ചോയ്സസ് ഒക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ആളുകളെ സ്ക്രീനിൽ ഇഷ്ടപ്പെടുത്തുക, പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തുക എന്നത്. അത് ചെറിയ സീനുകളാണെങ്കിൽ ഇപ്പോൾ 1-2 സീനുകളാണെങ്കിൽ പോലും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ജാനേമനിലെ സീൻ തന്നെ വീണ്ടും പറയുമ്പോൾ ശരത് സഭയായിട്ടുള്ള കോമ്പിനേഷൻ, സജിയേട്ട ഇവിടെ സേഫ് അല്ല, എന്താ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കണതിനൊക്കെ നമുക്ക് നമ്മളെ ചിരിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഒറ്റ സീനിൽ വന്നിട്ട് പോലും അല്ലെ ചെറിയൊരു റോള് ചെയ്തിട്ട് പോലും അത് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. രോമാഞ്ചത്തിലാണെങ്കിലും ആ നിരൂപ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, അമ്പാൻ ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഒരു സ്ക്രീൻ പ്രസൻസും അത് മരിയാനോയിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഞെട്ടിക്കും ആ ക്യാരക്ടർ. അതായത് അമ്പാനിൽ നിന്ന് എവിടം വരെ ഷിഫ്റ്റായി എന്നുള്ളത് നമ്മൾ ഒരു ആക്ടറിൻ്റെ റേഞ്ചാണുള്ളത് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആളുടെ ചോയ്സസ് ഓഫ് സ്ക്രിപ്റ്റ്സും അതേപോലെ തന്നെ അങ്ങനെ ടൈപ്പ് കാസ്റ്റഡ് ആവാതെ വേരിയേഷൻസ് പിടിച്ച് ചെയ്യാനുള്ള ശ്രമങ്ങളും അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കാലിബറും പൊട്ടൻഷ്യലുള്ള ആക്ടറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി പുള്ളിയുടെ പൈപ്പ് ലൈനിലുള്ള സിനിമകളും ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. ആസ് എ ലീഡ് റോൾ അല്ലാതെയും ഒക്കെ വരാൻ പോകുന്ന സിനിമകളൊക്കെ ഭയങ്കര രസമുള്ള സിനിമകൾ തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ 3 പേരും നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നിട്ടുണ്ട്, നിങ്ങളുടെ കഥാപാത്ര ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 പേരും ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എടുക്കുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ ഒരു സിനിമ വരുന്നുണ്ട്, അതിൽ നിങ്ങളാണ് അല്ലെങ്കിൽ മെയിനായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രേക്ഷകർ സിനിമയ്ക്ക് മുമ്പ് തന്നെ കുറച്ച് പ്രതീക്ഷിക്കും, ഈ സിനിമ അടിപൊളിയായിരിക്കും, ഇവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയായിരിക്കും, ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കും. അത് സത്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ആക്കാറുണ്ടോ? ആളുകൾ കുറച്ചും കൂടി സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ എക്സ്പെക്ടേഷൻ ചെയ്യുന്നത്? എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് പോവരുതല്ലോ. നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അത് പോവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ഓൾറെഡി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തിരിച്ചു പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതാണ്. അപ്പം എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സിനിമകൾ ചിലപ്പോൾ ക്വാളിറ്റി ഉള്ള സിനിമകളാണ്, ഇയാളിങ്ങനെ നല്ല സിനിമ, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ഇയാളുടെ പടം പോയി കാണാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങനത്തെ രീതിയിൽ വരികയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കതൊരു പ്രഷറാണ്, പക്ഷേ അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഇനി ചെയ്യുന്ന സിനിമകളൊന്നും മോശമാകരുതെന്ന് അത് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എത്ര ചൂസ് ചെയ്താലും ചിലപ്പോൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ വർക്ക് ആവണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ആ പ്രഷർ എപ്പോഴും ഉണ്ട്. പക്ഷേ അത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട്. മാക്സിമം അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുമുണ്ട്. അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്കിലും മോശം പറയരുത് എന്നുള്ള ഒരു ഇത് ആലോചിക്കാറുണ്ട്. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഫീൽ ചെയ്യാറ്. ആ ഒരു ഇപ്പോൾ സജിൻ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ലിജോ പറഞ്ഞ പോലെയൊക്കെ തന്നെ അത് പോവാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് ശ്രമിക്കാറുണ്ട്, എല്ലാ രീതിയിലും. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് അതിനെ കാണുന്നത്. അത് മുടക്കുന്ന പ്രൊഡ്യൂസറിൻ്റെ കാര്യത്തിലായ മുതൽ അതിൽ ടെക്നീഷ്യൻസിനാണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും അത് കാണാൻ വരുന്ന പ്രേക്ഷകരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റേക്സ് ഉണ്ട് അവർക്കൊക്കെ. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് പ്രേക്ഷകർ വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ എഫേർട്ട് ഇത്രയും ദിവസം ജോലി ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമ്മളുടെ ഒരു യെസ്സിലായിരിക്കും ആ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും പേരുടെ എഫേർട്ടൊന്നും വേസ്റ്റ് ആവാൻ പാടില്ല. നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയോട്. അപ്പോൾ അത് 100% നീതി പുലർത്തുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ജോലിയിൽ ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇല്ലാതെ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം സിനിമ നന്നാവും, നമ്മുടെ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവും തന്നെ വിശ്വസിക്കാം. അത് പിന്നെ പ്രേക്ഷകരുടെ കയ്യിലാണ്, അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. നമ്മൾ എത്ര ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആ ഒറ്റ ഷോ കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ ശരിക്കുള്ള റിസൾട്ട് എന്താണെന്ന്. പക്ഷേ എന്നാൽ പോലും നമ്മൾ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു, നമ്മുടെ കൺവിക്ഷൻ കറക്റ്റ് ആയിരുന്നു, എല്ലാം ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. ബാക്കിയൊക്കെ ബോണസാണ്. ഇപ്പം തമാശ റോളുകൾ അല്ലെങ്കിൽ ഇപ്പം ബേസിൽ ചേട്ടനോ
ചേട്ടൻ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം പോകുമ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ച് തമാശ പറയും, അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി അവിടെ എല്ലാവരും ഭയങ്കര ജോളിയാക്കുന്നതാണ്. ചിലപ്പോൾ എപ്പോഴും നമ്മുടെ മൂഡ് ശരിയാവണമെന്നില്ല. നിങ്ങൾ ആർട്ടിസ്റ്റൊക്കെ തന്നെയാണെങ്കിലും ചില സമയങ്ങളിൽ അത് പറ്റാതെ വരും. അപ്പം ഒരു ആളുകൾ കൂടുന്ന സ്ഥലത്ത് എപ്പോഴും ഹാപ്പി മൂഡായിട്ട് നിൽക്കാൻ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ? പൊതുവേ ഹാപ്പി ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു നമ്മുടെ ബേസിക് ക്യാരക്ടറിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി നമ്മൾ വലിയ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അത് നാച്ചുറലായിട്ട് വന്നോളും. അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നതാണെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഈ പറയുന്ന എന്തൊക്കെയോ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടേതായിട്ടുള്ള ഇതൊക്കെ തന്നെ അതുപോലെയൊക്കെ തന്നെ വർക്കിൽ സീരിയസ് ആയാൽ മതി. ബാക്കി ലൈഫിൽ നമ്മൾ സീരിയസ് ആവേണ്ട കാര്യമില്ല. അതിന് നമ്മൾ ഇച്ചിരി ട്രോൾ ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ ആൾക്കാർ എന്റർടൈൻഡ് ആവുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ തന്നെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു പോകുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇവിടെ മീഡിയയുടെ അടുത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തെ ആൾക്കാരുടെ അടുത്ത് മാത്രം അങ്ങനെയല്ല. റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിരിക്കും എങ്കിലും സെറ്റിൽ എങ്ങനെയായിരുന്നു കുറച്ചും കൂടി? ഇപ്പൊ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഒരുപാട് ഹിറ്റ് നല്ല നല്ല ആർട്ട് ചെയ്ത ഡയറക്ടറിന്റെ ആദ്യത്തെ സിനിമ സെറ്റ് സീരിയസ് സെറ്റായിരുന്നു. പറയുന്ന പോലെ അങ്ങനത്തെ ഭയങ്കര ഫൺ കഥയോ ബേസിക്കലി അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും പ്ലേ ചെയ്യുന്ന സീനുകളും കോമ്പിനേഷൻ സീനുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ജ്യോതിഷേട്ടനാണെങ്കിലും അങ്ങനത്തെ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് സിനിമയിലേക്ക് വന്ന് അത്ര എക്സ്പീരിയൻസും ഇപ്പോൾ പറഞ്ഞ പോലെ കുമ്പളങ്ങി നൈറ്റ്സും ബ്രഹ്മയുഗവും എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് അതൊക്കെ ആ സിനിമയിൽ മാക്സിമം സിനിമ എന്നുള്ള രീതി തന്നെയായിരുന്നു എല്ലാവരും അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. അനു വർഗീസ് ക്യാമറമാൻ ആണെങ്കിലും ലെജൻഡാണ് അദ്ദേഹം. ഈ പറയുന്ന വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള മറ്റ് ഭാഷകളിലും മലയാളത്തിൽ ഉൾപ്പെടെ ഒരുപാട് വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം ആണെങ്കിലും ഒരു ഗീക്കാണ്. ഈ പറയുന്ന പോലെ ആ വർക്ക് അത് കറക്റ്റ് അത് എടുക്കുക അങ്ങനെ രാത്രിയെന്നോ പകലെന്നോ സമയം എത്രയെന്നോ എത്ര മണിക്കൂറായി ജോലി ചെയ്യുന്നതെന്നോ ഒന്നും ബോധറിയാതെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. വർക്കഹോളിക്സ് ആയിരുന്നു എല്ലാവരും തന്നെ. അപ്പോൾ ഉറക്കമൊക്കെ കുറവായിരുന്നു ആക്ച്വലി. നമ്മൾ സെറ്റിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. 60-70 ദിവസം നമുക്ക് 5-6 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങാൻ കിട്ടാറുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സീരിയസ്നെസ് മൊത്തത്തിൽ സിനിമയിലുണ്ടായിരുന്നു. എന്നാൽ വെച്ച് ഇപ്പോൾ തമാശ പറഞ്ഞ് തിരിച്ചുല്ലസിച്ച് ചെയ്യുന്ന സിനിമകൾ മോശമാവാറുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിന് സീരിയസ്നെസ് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. സിനിമയുടെ മൊത്തത്തിലൊരു സെറ്റിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും എപ്പോഴും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് ഇങ്ങനെയേ ആയിരുന്നില്ല, അല്ലെങ്കിൽ സൂക്ഷ്മദർശിനിയുടെ സെറ്റ് ഇങ്ങനെയേ ആയിരുന്നില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ടോവിനോട് കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ സെറ്റ് ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഓരോ സെറ്റിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. ഈ സിനിമയുടെ സെറ്റ് ഇത്തിരി സീരിയസ് സെറ്റായിരുന്നു. ഇന്നലെ SH ഗ്രൗണ്ടിൽ ചേട്ടൻ പോയ സമയത്ത് അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരും ബേസിൽ എന്നിട്ട് അവിടെയുള്ള എല്ലാവരും പേര് വിളിക്കുകയായിരുന്നു. ഈ പബ്ലിക്കിൽ പോകുമ്പോൾ ഒരു സ്നേഹം ഉണ്ടല്ലോ, കാരണം അത്രയും ആൾക്കാരുണ്ട്. അവിടെയും ഈ പറഞ്ഞ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നമ്മുടെ പേര് ആളുകൾ വിളിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഈ നമ്മുടെ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്പാനിൽ തുടങ്ങാം. എനിക്ക് എക്സൈറ്റഡ് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു പിള്ളേര് വീട്ടിലൊരു ചെറിയ കുട്ടികളാണ്. ഇവര് ഓൾറെഡി കണ്ടിട്ട് ഇവര് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസാണ്. അവർ ഈ വെക്കേഷൻ സമയത്ത് അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അവരെ ഇനി ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവരെ അച്ഛനെ അല്ലെങ്കിൽ പാരന്റ്സിനെയൊക്കെ വിളിച്ചിട്ട് അവർ വണ്ടി വിളിച്ചിട്ട് വീട്ടിൽ വന്ന് കാണുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര അതാണ് എന്നെ എക്സൈറ്റ്മെന്റ് ആക്കിയ ഈ അടുത്ത്. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ എങ്ങനെയെന്ന് അറിയില്ല. ടിജോ മോൾ തമിഴ് സിനിമ ചെയ്തിട്ട് എന്താണ് കേൾക്കുന്നത്? സൂര്യ സാറിനെ കുറിച്ച് ചോദിക്കില്ലേ? എല്ലാവരും ചോദിച്ചോണ്ടിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് എന്ന് പറയാൻ, ഈ ജയ്ബീമൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈയിൽ തന്നെ ഒരു കഫേയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുട്ടി, ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ജയ്ബീമിൽ അഭിനയിച്ച ആളല്ലേ? ഞാൻ പറഞ്ഞത് ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതുവരെ ആരും അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നൊരു ഫോട്ടോ എടുത്തോട്ടെ, സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര, ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായി. എന്നിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എണീറ്റ് നിന്ന് അപ്പം പുള്ളിക്കാരത്തി കുറച്ച് നേരം ഹഗ് ചെയ്ത് നിന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയി. അതൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോ ഇച്ചിരി നേരമ്പോ ഒരു തമിഴ് ഒരു പയ്യൻ ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കാൻ വന്ന ക്യാമറയിലോ ചെയ്യുന്ന പയ്യനെന്തോ തോന്നുന്നു. അവനപ്പോൾ അവനപ്പോൾ ഫോണുമായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സെൽഫി എടുക്കാനായിരുന്നു. അപ്പോൾ പക്ഷെ അവൻ്റെ അമ്മേനെ വീഡിയോ കോൾ ചെയ്യാൻ ഒരു മധുരയിലാണ്, ട്രിച്ചിയിലാണ്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് നിങ്ങളുടെ സിനിമയൊക്കെ ഇഷ്ടമാണ് നല്ലവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, സാധാരണ ഒരമ്മ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ മലയാള സിനിമ ഇങ്ങനെ ഈ പുറത്തേക്കും OTT-യിലൂടെയൊക്കെ ആ ഒരു റീച്ച് ഉണ്ടല്ലോ. ഈ പറയുന്ന മലയാളത്തിൽ തന്നെ അഭിനയിച്ച സിനിമകൾക്ക് പോലും അങ്ങനെ ഒരു സ്വീകാര്യത
ആ റോളുകൾക്ക് ഒരു സ്വീകാര്യത, സാധാരണക്കാരായ ആൾക്കാർ, ഒരു സിനിഫൈലായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സിനിമയും കാണുന്ന ആൾക്കാരോ അല്ലേ, ഇതൊരു സാധാരണ വീട്ടമ്മയാണ് ഒരു അമ്മ. അതെനിക്ക് ഭയങ്കര ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. ഇന്ന് കുറച്ച് നേരം മുമ്പായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണല്ലോ അങ്ങനത്തെ ഇതൊക്കെ സംഭവിക്കാന്ന് പറയുന്നത്. പക്ഷേ കുറേ പേർക്ക് ബേസിൽ ചേട്ടൻ്റെ റീൽസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പെർഫോം ചെയ്യണ മകളുമായിട്ടുള്ളത് അല്ലെങ്കിൽ കൊച്ചായിട്ടുള്ളൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ്, പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, കുറേ പേർക്ക് അത് റിലീഫാണ്. ഈ ടെൻഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കണ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂളാക്കുന്ന രീതിയിലുള്ള ചേട്ടൻ്റെ റീൽസ് ഒക്കെ വരാറുണ്ട്. എപ്പോഴും ഈ ഒരു ഹാപ്പി മൂഡായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ വർക്ക് ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ വർഷം റിലീസായ ചിത്രങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഉറക്കുണ്ടാവില്ല. ഇപ്പം ഇതിൻ്റെ ടീച്ചറിന് താഴെ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും സമയം കിട്ടണം, ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റണേ. പക്ഷെ അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പുറകിൽ അത്രയും ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണേ. പക്ഷെ ഇങ്ങനെ ഇത്രയും ചില്ലായിട്ടിരിക്കാൻ പറ്റണേ എങ്ങനെയാ? ചില സമയത്ത് ഉറക്കമില്ലായ്മയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി അതിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫും കൊച്ചും അവർ ഭയങ്കര ചില്ലാണ്. അവരെന്നെ ഈ പറയുന്ന തിരക്കുകൾ മനസ്സിലാക്കുകയും ഇപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ രാത്രി ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ വേറൊരു റൂമിൽ മാറി അങ്ങനെ ഇച്ചിരി നേരെ ഉറങ്ങാൻ കിട്ടുള്ളൂ, അന്നേരമെങ്കിലും ഉറങ്ങിക്കോട്ടെ, അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ എന്നാൽ പോലും എനിക്കത് അങ്ങനെ അത്രയും ഹെക്റ്റിക്കായിട്ട് ഇനി അങ്ങനെ വർക്ക് ചെയ്യാനും താല്പര്യമില്ല. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് അങ്ങനെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് കാരണം ഇച്ചിരി കൂടെയൊക്കെ റിലാക്സ്ഡ് ആയിട്ടും കുറച്ചുകൂടെയൊക്കെ ഫാമിലിയുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക. മോളൊക്കെ വലുതായി പോകുമില്ലെങ്കിൽ പെട്ടെന്ന്, അപ്പോൾ അവളുടെ കൂടെയൊക്കെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ, വൈഫിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം, വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നാലേ ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര മോണോട്ടോണസ് ആയിട്ടുള്ളൊരു ലൈഫായിട്ട് മാറും. അതിലേക്ക് എനിക്ക് താല്പര്യമില്ല. അത്രയൊന്നും വർക്ക് ചെയ്യണം, അതിലൊരു സംശയമില്ല. ഇങ്ങനെ ഇത്രയും ഹെക്റ്റിക് ആവേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പൊന്മാൻ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. ടീച്ചർ കാണുമ്പോൾ നമുക്ക് ആ പ്രതീക്ഷയുണ്ട്, ഇതെന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണെന്നും ഈ ടീച്ചർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. സക്സസ് ലൈഫിൽ 2025 നിങ്ങളുടെ ലൈഫിലൊക്കെ സക്സസ് ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും ഇതൊരു കലാശിക്കോട്ടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണല്ലോ. ലൈവായിട്ട് നിങ്ങളുടെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. സംഘഗാനം നമ്മുടെ അത് ലിറിക്സ് അതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേ പാട്ടൊക്കെ പാടണമെങ്കിൽ ചിത്ര ചേച്ചിയൊക്കെ പാടിയ പാട്ടാകും. റെഡി. കണ്ണു കെട്ടി നിന്നെ മിണ്ണു കെട്ടി മുത്തൊന്ന് മേലേന്ന് വീണ് കെട്ടി പത്താടെ ചേലുള്ള പെണ്ണാടെ കല്യാണം. എന്തൊരുക്കം കൊണ്ടാട്ടിയേ ബ്രൈഡാത്തിയേ എന്താണ് ഈ ഉള്ളൊരുക്കം മണവാട്ടിയേ. ഓക്കെ, എനിക്ക് അളിയ പാട്ട് പറഞ്ഞ മറ്റേ ബാക്ക് ബെഞ്ചറിന്റെ മുമ്പിലിരുത്തിട്ട് കണ്ണ് കെട്ടി കെട്ടി ഇവന്മാര് പാടാനും തീരുമാനിച്ചു. പാടാതിരുന്നാലേ പറ്റൂ. സംഘകാലത്തിന് ലിപ്പടക്കി രക്ഷപ്പെടുന്ന ടീമില്ലേ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.